മൂത്ത സഹോദരൻ മജീദ് ഇക്കാനെ ഞാൻ എൻ്റെ സ്നേഹത്തോടുകൂടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എനിക്കൊരു സഹോദരനും ഒരു സഹോദരിയാണുള്ളത്. ഇക്ക എന്നെക്കാൾ ഒരുപാട് വയസ്സിൽ മൂത്തതാണ്. ശരിക്കും പറഞ്ഞാൽ ഇക്കയാണ് എനിക്ക് സിനിമയിലേക്കുള്ളൊരു ഒരു സ്പാർക്ക് ഇട്ട് തരുന്നത്. സിനിമ എന്നൊരു താല്പര്യം എനിക്ക് ജനിക്കുന്നത് ഇക്ക കാരണമാണ്. ഇക്ക മുമ്പ് വീട്ടിൽ വാങ്ങിക്കൊണ്ടുവരുന്ന സിനിമ മാസികകളിലൂടെയാണ് ഞാൻ സിനിമ എന്താണെന്ന് അറിയാൻ ശ്രമിക്കുന്നതും നടന്മാര് ആരൊക്കെയാണ്, ഇവർ ഏതൊക്കെ സിനിമകളാണ് എടുത്തിട്ടുള്ളത്, ഇതിന്റെ നിർമ്മാതാക്കൾ ആരൊക്കെയാണ് എന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇക്ക പണ്ട് വീട്ടിൽ വാങ്ങിക്കൊണ്ടുവരുന്ന സിനിമ മാസികകളിൽ നിന്നാണ്. ഇന്നും സിനിമാ സെറ്റുകളിൽ ഇരുന്നിട്ട് മമ്മൂക്കയൊക്കെ സിനിമയുടെ ചരിത്രത്തെ പറ്റി പറയുമ്പോൾ പലതും എനിക്കും അതിൽ കൂടെ സംസാരിക്കാൻ സാധിക്കുന്നത് ഞാൻ അന്ന് ഈ മാസികകളിലൊക്കെ വായിച്ച് അതെന്റെ സിനിമാ താല്പര്യം കൂടി കൊണ്ടാണ്. അതുകൊണ്ടാണ് എനിക്കിപ്പോഴും അത്രയും സിനിമയുടെ ഒരു ചരിത്രത്തെ പറ്റിയൊക്കെ പറയാൻ സാധിക്കുന്നു, അറിയാൻ സാധിക്കുന്നു. അപ്പൊ എനിക്ക് തുടക്കം കുറിച്ചത് ഇക്കയാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇക്ക എന്നെക്കാൾ മുമ്പ് സിനിമയിൽ വരും എന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങൾ ഫാമിലിയിൽ എല്ലാവരും അങ്ങനെയാണ് വിചാരിച്ചത്. പക്ഷെ എനിക്കാണ് ആദ്യം സിനിമയിലേക്ക് വരാനുള്ള ഒരു എൻട്രി കിട്ടിയത്. അതിനുശേഷമാണ് ഇക്കയും സിനിമയിൽ വന്ന് നിരവധി കഥാപാത്രങ്ങളിൽ അഭിനയിക്കാൻ സാധിച്ചു. ഇന്നും സിനിമയിൽ തന്നെ സജീവമായിട്ട് നിൽക്കുന്ന ഒരാളാണ്. ഇനി ഒരാളെ കൂടി വേദിയിലേക്ക് വിളിക്കാനുള്ള എൻ്റെ മകനാണ്, എൻ്റെ മോൻ ഷഹീം. അവന് ഞാൻ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇക്ക സിനിമയ്ക്ക് നേരത്തെ വഴികാട്ടിയാണ് മുൻഗാമിയായെങ്കിൽ എൻ്റെ മകൻ എൻ്റെ പിൻഗാമിയായി സിനിമയിലേക്ക് വന്ന ആളാണ്. ഞാൻ അഭിനയിക്കുന്നത് കണ്ടിട്ടോ എന്തോ സിനിമയോട് തന്നെ താല്പര്യം തോന്നി. സിനിമ തന്നെ മതി, സിനിമ തന്നെയാണ് എൻ്റെയും മാർഗം എന്ന് പറഞ്ഞിട്ട് സിനിമയിലേക്ക് വന്ന ആളാണ് ഷഹീൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞങ്ങൾക്കൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളോട് ഈ വേദിയിൽ വരേണ്ടതാണ്. പക്ഷെ അവൻ കുറച്ചുനാൾ മുമ്പ് ഞങ്ങളൊക്കെ വിട്ടിട്ട് പോയി. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ദുഃഖമുണ്ടായ ഒരു ദിവസമായിരുന്നു അത്. അതല്ലെങ്കിൽ ഇന്ന് ഈ വേദിയിൽ എൻ്റെ ആ മോനും ഉണ്ടാവേണ്ടതാണ്. അതിനുള്ള ഭാഗ്യം എനിക്ക് ഇല്ലാതെ പോയി. ഇനിയുള്ളത് എൻ്റെ ഭാര്യയും മോളുമാണ്. അവരിന്ന് വരും എന്നാണ് പറഞ്ഞത്. പക്ഷെ എവിടെയോ എൻ്റെ പായി പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ എത്തിയിട്ടില്ല. എത്തിയിട്ട് അവിടെ സദസ്സിൽ എവിടെയെങ്കിലും ഒളിച്ചിരിക്കുന്നുണ്ടെങ്കിൽ സ്റ്റേജിലേക്ക് വരണം. വന്നിട്ടില്ല എന്നാണ് തോന്നുന്നത്. അപ്പൊ ഇതാണ് ഞങ്ങളുടെ ഒരു കുടുംബം സംസാരിക്കാൻ. എൻ്റെ പേര് മജീദ്. ഞാൻ ഒന്നും കൂടെ ഓർപ്പിച്ച് പറയുന്നു മജീദ്. കാരണം എല്ലാവരും എന്നെ സിദ്ദീഖിന്റെ എന്നാ പറയുന്നത്. എൻ്റെ പേര് പലർക്കും അറിയില്ല. പലരും ചോദിക്കാറുണ്ട് സിദ്ദീഖിന്റെ ഒക്കെ അല്ലേ. അത് കഴിഞ്ഞിട്ട് ഞാൻ പേര് മറന്നുപോയിട്ടോ എന്ന് പറയും. ഞാൻ പേര് പറഞ്ഞതിന് മുമ്പ് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയും. അപ്പൊ അങ്ങനെ ഒരു അഡ്രസ്സ് എനിക്കുള്ളതിൽ ഞാൻ അഭിമാനിക്കുന്നു. കാരണം സിദ്ദീഖ് ആദ്യമായിട്ട് സിനിമയിലേക്ക് വരുമ്പോൾ സൗദി അറേബ്യയിൽ വെച്ച് എന്നോട് വിളിച്ച് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഏറ്റവും നല്ലത് നിന്നെ ഞാൻ അതിൽ പ്രതീക്ഷിച്ചിട്ടുണ്ട്. ശരിക്കും സിനിമയിൽ അഭിനയിക്കാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ നമ്മുടെ കുടുംബത്തിൽ ഒരാൾക്ക് സാധിച്ചല്ലോ എന്നോർത്ത് ഞാൻ അഭിമാനിക്കുകയാണ്. എൻ്റെ ഉപ്പായോടും മറ്റുമൊക്കെ ഞാനത് വിവരിക്കുകയാണ് ചെയ്ത്. നല്ലൊരു രംഗമാണ്, വേറെ തടസ്സങ്ങളൊന്നുമില്ല. എന്നാലും വലിയൊരു സന്തോഷം ആദ്യമില്ല ഇരുന്നുവെങ്കിലും പിന്നീട് ഉപ്പയും അതിന് സമ്മതം മൂളി ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാ അനുവാദങ്ങളോടും കൂടിയാണ് സിദ്ദീഖ് സിനിമയിൽ വന്നത്. സിദ്ദീഖിന്റെ പണ്ട് ഞാൻ പല കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ വിശേഷപ്രതിയൊക്കെ വരുമ്പോൾ പറഞ്ഞു കൊടുക്കും. അതിൽ ആളുകളുടെ ഫോട്ടോയിലൊന്നും സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം വലിയ പ്രശസ്തരായ ആളുകൾ പിന്നീട് നമ്മൾ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനുള്ളൊരു വിദ്യ അതാണ്. എഴുത്തുകാര്, കവികളൊക്കെ. എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് അവന്റെ ഫേസ്ബുക്ക് മാസികയില് സിദ്ദീഖ് എഴുതിയ മുഖപ്രസംഗങ്ങൾ എനിക്കിഷ്ടമായി. നല്ല കയ്യക്ഷരമാണ്. അവനെ പ്രേരിപ്പിച്ചത് ഞങ്ങളുടെ പിതാവാണ്. നല്ല കയ്യക്ഷരത്തോടുകൂടി എഴുതാൻ പഠിപ്പിച്ചതും. അതുപോലെ ഈ പുസ്തകത്തിന്റെ ഒരു നല്ല ശൈലിയുണ്ട്. ഞാൻ വായിച്ച പുസ്തകമാണ്. നല്ല ഓർമ്മയുണ്ട്. ഓരോ കാര്യങ്ങളും ഓർമ്മിച്ച് എഴുതിയിട്ടുണ്ട്. പിന്നെ എന്നെ ആകർഷിച്ചത് സമാഗമം എന്ന് പറയുന്ന ഒരു ഇന്റർവ്യൂ പരിപാടി. സാധാരണ ഇന്റർവ്യൂ ചെയ്യുന്നവരൊക്കെ ഒരുപാട് സംസാരിക്കും. ഇത് കുറച്ച് സംസാരിച്ചുകൊണ്ട് മറ്റുള്ളവരിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ നമുക്ക് കിട്ടുന്ന രീതിയിലുള്ള ഒരു പുതിയ ഇന്റർവ്യൂ രീതി ആദ്യമായി കണ്ടത് സമാഗമത്തിലൂടെ. എൻ്റെ അനുജനാണെന്ന് കരുതി ഉള്ളത് കുറക്കാനും പറ്റില്ല, ഇല്ലാത്തത് കൂട്ടാനും ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ സത്യമാണ് പറയുന്നത്, മറ്റൊന്നും പറയുന്നില്ല. ഇങ്ങനെ ഈ ഒരു വേദിയിൽ ഇങ്ങനെ വരാനും എല്ലാവരെയും കാണാൻ കഴിഞ്ഞതിൽ സന്തോഷിക്കുന്നു. എല്ലാവർക്കും നന്ദി. സിദ്ദീഖിന്റെ ജ്യേഷ്ഠനല്ലെന്ന് ചോദിക്കുന്നത് അതെൻ്റെ ഒരു പ്രതികാരമാണ്. കാരണം ഞാൻ സിനിമയിൽ വരുന്നത് വരെ ഞാൻ അറിയപ്പെട്ടിരുന്നത് മജീദിന്റെ അനിയനല്ലേ എന്ന് ചോദിച്ചിട്ടാണ്.
എന്നെ ഒരുപാട് കാലം ആളുകൾ വിളിച്ചിരുന്ന മജീദിന്റെ അനിയനല്ലേ എന്നാണ്. അപ്പോൾ അതിനൊന്ന് ഞാൻ പകരം വിട്ടിയതായിട്ട് കണക്കാക്കാം. എന്റെ മകൻ ഷഹീൻ എന്താണ് സംസാരിക്കാൻ വന്നത്? എല്ലാവർക്കും നമസ്കാരം. ഈ ബുക്ക്, വാപ്ഷിയുടെ ബുക്ക് ഞാൻ വായിച്ചതാണ്. ഇതില് ലാസ്റ്റ് ചാപ്റ്റേഴ്സിൽ ഒന്ന് എൻ്റെ ബ്രദറിനെ കുറിച്ചാണ്, ഞങ്ങളുടെ സാപ്പിയെ കുറിച്ചാണ്. നിങ്ങൾ എത്ര പേര് ഇങ്ങനൊരു ബുക്ക് വായിക്കുന്ന ഒരു ശീലമുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ എല്ലാവരും ആ ഒരു ചാപ്റ്റർ വായിക്കണം. അത് വായിക്കുമ്പോൾ മനസ്സിലാവും എനിക്ക് എത്ര വലുതായിരുന്നു സാപ്പി എന്നുള്ളത്. അത് മാത്രമേ പറയാനുള്ളൂ. താങ്ക് യു. ഇബ്രാഹിംകുട്ടി വാ, രണ്ടു വാക്കിനെ പറ്റി സംസാരിക്കുന്നത്. ഞാൻ സിനിമയിൽ വന്ന് ഏറ്റവും ആദ്യം പരിചയപ്പെട്ടത് മമ്മൂക്കാനാണ്. എല്ലാവർക്കും അറിയാം. മമ്മൂക്ക ആദ്യം ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ വന്ന ലൊക്കേഷനിൽ വന്ന് നിൽക്കുകയാണ്. അപ്പൊ ഞാനിങ്ങനെ മമ്മൂക്ക എപ്പോൾ വരും എന്ന് കരുതി കാത്തു നിൽക്കുന്ന സമയത്താണ് മമ്മൂക്ക ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് മുട്ടത്തിലേക്ക് അടിച്ചിട്ട് നമുക്ക് ഒരു മുട്ടത്തിലേക്ക് ആയിട്ട് ഇങ്ങനെ കാറിൽ വന്ന് ഇറങ്ങി. അപ്പൊ എന്നെ ആരെങ്കിലും ഒന്ന് പരിചയപ്പെടുത്തും എന്നൊക്കെയാണ് വിചാരിച്ചുകൊണ്ട് നിന്നത്. പക്ഷെ നമുക്ക് ഇറങ്ങിയവിടെ ഇങ്ങനെ അങ്ങോട്ട് നോക്കിയിട്ട് എന്റെ മുഖത്തൊക്കെ നോക്കിയിട്ട് സംവിധായകനോട് ചോദിച്ചു, ഇതാണോ ഈ സിദ്ദീഖ്? ചോദിച്ചപ്പോ തമ്പിക്കണം തന്നെ പറഞ്ഞു അതെ. അങ്ങനെ എന്നെ നോക്കിയിട്ട് വാ എന്ന് പറഞ്ഞ് വിളിച്ചു. അന്ന് വാ എന്ന് പറഞ്ഞ് വിളിച്ചതാണ്. ഇന്ന് വരെ പോന്ന് പറഞ്ഞിട്ടില്ല. എന്നും ഞാൻ മമ്മൂക്കയോടൊപ്പം ഉണ്ട്. എന്നും മമ്മൂക്ക എന്റെ കൂടെ കൂട്ടാറുണ്ട്. മമ്മൂക്ക വഴിയാണ് ഞാൻ സിനിമാ മേഖലയിൽ പലരെയും പരിചയപ്പെടുന്നത്. അപ്പോൾ ഞാൻ മമ്മൂക്കായിട്ടുള്ള എൻ്റെ ഒരു അടുത്ത സുഹൃത്ത് ബന്ധം സിനിമാ മേഖലയിൽ തന്നെ എനിക്ക് ഒരുപാട് സഹായകരമായിട്ടുണ്ട്. മമ്മൂക്കായിട്ട് അത്ര അടുത്ത ബന്ധം പുലർത്തുന്നതുകൊണ്ട് തന്നെയാണ് പല സംവിധായകരും ഞാൻ കാണാൻ ചെല്ലുമ്പോൾ എന്നോട് ഇറങ്ങി പോകാൻ പറയാതിരുന്നിട്ടുള്ളത്. അപ്പോൾ മമ്മൂക്ക എൻ്റെ സിനിമയിലെ വളർച്ചയിൽ ഒരുപാട് സഹായിച്ചിട്ടുള്ളതാണ്. ആ തുടക്കാലത്ത് തന്നെയാണ് ഞാൻ ഇബ്രാഹിംകുട്ടിയെ പരിചയപ്പെടുന്നത്. അപ്പം അങ്ങനെ ഞങ്ങള് ഇബ്രാഹിംകുട്ടിയും സക്കരിയും ഞാനും ഒക്കെ മമ്മൂക്കയുടെ സഹോദരങ്ങളായിട്ട് തന്നെയാണ് എന്നും കൂടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇബ്രാഹിംകുട്ടി ആ അർത്ഥത്തിൽ എൻ്റെ സഹോദരൻ തന്നെയാണ്. ഈ ചടങ്ങിന് വന്നതിന് ഒരുപാട് സന്തോഷം. ഇനി ഇബ്രാഹിംകുട്ടിക്ക് പറയാനുള്ള എന്താ കേൾക്കാം. താങ്ക് യു. ശ്രീക പറഞ്ഞതുപോലെ ഞങ്ങൾ തമ്മിൽ കുടുംബപരമായ ഒരു കെമിസ്ട്രി ഉണ്ട്. ഞാൻ അഭിനയത്തിൻ്റെ കഥയൊന്നും പറയുന്നില്ല, എന്നാലും ഞാൻ അഭിനയിച്ചിട്ടുണ്ട് മൂപ്പരുടെ കൂടെ. സ്ത്രീ എന്ന് പറയുന്ന സീരിയലിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അഭിനയം അറിയാത്ത സിദ്ദീഖ 40 വർഷം കൊണ്ട് ഇത്രയും പ്രഗത്ഭമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചെങ്കിൽ അതിനെ കുറിച്ച് അറിയാമായിരുന്നെങ്കിൽ എങ്ങനെ ആലോചിക്കും. നല്ല വായനക്കാരന് നന്നായിട്ട് സംസാരിക്കാൻ കഴിയും. നന്നായി സംസാരിക്കുന്ന അയാൾക്ക് നന്നായിട്ട് എഴുതാനും കഴിയും. സിദ്ദീഖ നന്നായി സംസാരിക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂകളൊക്കെ ഞാൻ ഒരുപാട് ശ്രദ്ധിക്കാറുണ്ട്. മാത്രമല്ല എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചിട്ടുള്ളത് ജയൻ പറഞ്ഞതുപോലെ അദ്ദേഹം പെട്ടെന്ന് സ്ക്രിപ്റ്റ് കാണാതെ പഠിച്ചിട്ട് പറയുമെന്ന് എനിക്ക് ഭയങ്കര താല്പര്യമുള്ളൊരു വിഷയമാണ്. നമ്മൾ ഫ്രെയിമിൽ നിൽക്കുമ്പോൾ ഒരു പ്രോംപ്റ്റിംഗ് ഇല്ലാതെ ആ ഡയലോഗ് പറയാൻ സാധിച്ചാൽ നമുക്ക് നമ്മുടെ എമോഷൻസും എല്ലാം കൃത്യമായിട്ട് പ്രതിഫലിപ്പിക്കുവാനും, മാത്രമല്ല ഗ്യാപ്പുകളൊക്കെ കൃത്യമായിട്ടിട്ട് ഡയലോഗ് പറയാനൊക്കെ സാധിക്കും. എല്ലാവരും അത് ഡയലോഗ് കാണാതെ പഠിക്കാൻ ഞാൻ എല്ലാവരോടും പറയാറുമാണ്. അതൊരു നല്ല ശീലമാണ്. അത് ഞാനൊരു വലിയ കാര്യമായിട്ട് സ്വീകരിക്കുന്നുണ്ട്. ഏതായാലും ഇത്രയും കാലം സിദ്ദീഖിന്റെ അഭിനയം നമ്മൾ കണ്ടു. ഇനി സിദ്ദീഖയുടെ എഴുത്തും കൂടി നമുക്ക് ആസ്വദിക്കാം. നന്നായിട്ട് എഴുതാൻ കഴിയും, കാരണം നന്നായി സംസാരിക്കും. നല്ല പദസമ്പത്ത് മനസ്സിലുള്ള ആളാണ്. എല്ലാ ആശംസകളും ആരോഗ്യ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. കിരൺ രാജ് എന്നോടൊപ്പം ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ആളാണ്. എന്നെ ഒരു സഹോദരനെ പോലെ കാണുന്ന ആളാണ്. എനിക്ക് ഒരുപാട് സ്നേഹവും വാത്സല്യവും ഉള്ള ആളാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ചടങ്ങിന് ഞാൻ വിളിച്ചപ്പോൾ തന്നെ കിരൺ രാജ് ഓടിയെത്തിയത്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ മലയാള സിനിമ വന്നിട്ട് ഈ വരുന്ന ജനുവരിയിൽ 20 വർഷമാവും. ശരിക്കും പറഞ്ഞാൽ അതിന് കാരണക്കാരൻ സിദ്ദീഖാണ്. അത് പറഞ്ഞാൽ ഫസ്റ്റ് ഫിലിം തസ്കരവിൻ എന്ന മമ്മൂക്ക പടമായിരുന്നു. അതിൽ ഞാൻ ദുബായിൽ ബിസിനസ് ചെയ്യുന്ന സമയത്ത് വന്ന് അഭിനയിച്ചതാണ്. ആ പടം കഴിഞ്ഞു. പടം അത്യാവശ്യം നല്ല ഹിറ്റായിരുന്നു. അതിലും സിദ്ദീഖ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ അതിന് മുമ്പേ പണ്ടേ പരിചയമുണ്ട്. എൻ്റെ കസിന്റെ ഷോപ്പിൽ വെച്ച് ചേരാൻ കാണാറുണ്ടായിരുന്നു ഞാൻ ഇവിടെ കോളേജ് പഠിക്കുമ്പോഴേ. അപ്പൊ ഞാൻ ആ പരിചയം പുതുക്കി. കുറേ വർഷം ഞാൻ ബാംഗ്ലൂർ ദുബായിലെ മോഡലിംഗ് ആയിരുന്നു. അപ്പോൾ ഈ തിരിച്ചു വന്നിട്ട് ഈ സിനിമയ്ക്ക് വേണ്ടി ഞാൻ വന്നു. 2 മാസം ഇവിടെ നാട്ടിൽ സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ചു പോകാൻ പറ്റിയില്ല. അപ്പോൾ എൻ്റെ ബിസിനസ് കൂട്ടി കിട്ടിയില്ല. പിന്നെ ഒരു പണിയില്ലാതെ കൊച്ചിയിൽ കൂടെ തെളിഞ്ഞ് നടക്കുകയാണ്. അപ്പോൾ ഒരു ദിവസം എൻ്റെ കസിന്റെ ഷോപ്പിൽ പോയപ്പോൾ സിദ്ദീഖ് അവിടെ സ്ഥിരം വരുന്നതാണ്. അപ്പം എന്നോട് ചോദിച്ചു, നീ തിരിച്ചു പോയില്ലേ? എത്ര ലോങ് ഹെയർ ഒക്കെയാണ്.
ഈ ലുക്ക് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഈ ലുക്ക് ഞാൻ വേറെ പടത്തിന് വെച്ചതാണ്. സിദ്ദിഖ് ചോദിച്ചു നീ തിരിച്ചു പോയില്ലേ? ഞാൻ പറഞ്ഞു അത് കൂട്ടിക്കെട്ടി ഞാൻ സിനിമ ട്രൈ ചെയ്യാണ്. ഓക്കെ, നല്ല കാര്യം, അത്രയും പറഞ്ഞു. പുള്ളി അങ്ങ് പോയി. എന്നിട്ട് നെക്സ്റ്റ് ഡേ എന്റെ കസിൻ എന്നെ വിളിച്ചു പറയണടാ നീ സിദ്ദിഖ് സാറിനെ ഒന്ന് വിളിക്കണം, നിന്നോട് വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ നെക്സ്റ്റ് ഡേ ഞാൻ സിദ്ദിഖിനെ വിളിക്കുന്നു. പറഞ്ഞു നീ ഷാജി കൈലാസിൽ പോയി കാണണം, പുള്ളി തേവരയിലെ ഒരു വൈറ്റ് വാട്ടർ ഫ്ലാറ്റിലുണ്ട്. ഞാൻ പറഞ്ഞു മതി, ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പോയി ചെയ്ത പടമാണ് ദ ടൈഗർ. അതില് സിദ്ദിഖിയുടെ അനിയനായിരുന്നു, അങ്ങനെ ക്യാരക്ടറായിരുന്നു മോനായി എന്ന ക്യാരക്ടർ. അതിനുശേഷം പിന്നെ മാടമ്പിന്റെ സിനിമയിലും സിദ്ദിഖിയാണ് എന്നെ റെക്കമെൻഡ് ചെയ്തത്. ഇതുവരെ എന്താ പറയുക, ഓൾമോസ്റ്റ് 20 years 130 പടം ചെയ്യാൻ പറ്റിയെങ്കിൽ അതിന്റെ കാരണക്കാരൻ എനിക്കൊരു ബ്രേക്ക് തന്നത്, സിനിമയിൽ എന്നെ വീണ്ടും തിരിച്ചു കൊണ്ടുവന്നത് സിദ്ദിഖിയാണ്. അതിന് ഒരുപാട് നന്ദി. ഇല്ല, ഞാൻ ചുമ്മാ മെസ്സേജ് അയച്ചത് വാട്സാപ്പില്ലേ അതിന്റെ അത് കണ്ടപ്പോൾ. അപ്പം എന്നോട് പറഞ്ഞു നീ എന്തായാലും വരണോ? ഞാൻ പറഞ്ഞാൽ വരും, എന്ത് സംഭവിച്ചാൽ. എന്തായാലും കൂടുതൽ സംസാരിച്ച് കത്തിവെക്കുന്നില്ല. എല്ലാവർക്കും നല്ല വരട്ടെ. ലോക സംസ്ഥ സുഖനുഭവന്തു. ജയ് ഹിന്ദ്. താങ്ക് യു.